അത് ചിത്രേച്ചി പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ട് കേട്ടാൽ അതുപോലെ തന്നെ പാടിത്തരും. ഈ നമ്മൾ ചിത്രേച്ചി അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊന്നും പറയേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. അത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അത്രയും നല്ല സിംഗർ ആയതുകൊണ്ട് അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ചെറുതിലേ എനിക്ക് അങ്ങനെ ആഗ്രഹമായിരുന്നു ഞാൻ പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ചിത്രേച്ചിനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കണമെന്നില്ല. അപ്പം അതിങ്ങനെ ഞാനിങ്ങനെ പാടുന്ന സമയത്തില്ല, ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അത് ഞാനതിൽ വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നില്ല ആ സമയത്ത്. ചിത്രേച്ചി ഇങ്ങനെ പാടുമ്പോൾ ഇങ്ങനെ ഭയങ്കര സ്വീറ്റാണ് ചിത്രേച്ചി. ചിത്രേച്ചിനെ കാണാൻ ഭയങ്കര ഒരു ഗ്രേസും, അതായത് ഒരു ഭയങ്കര രസം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. കണ്ട് ചിത്രേച്ചിനോട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പാടുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. പാടിക്കഴിഞ്ഞ് ചിത്രേച്ചി ഓക്കെ അല്ലേന്ന് ചോദിക്കും. ഓക്കെ അങ്ങനെ. അതാണ് ആ ഒരു അന്നത്തെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. അത് ചിത്രേച്ചി ഇങ്ങനെ പറയും, അതായത് നമുക്ക് ഇങ്ങനെ ഒന്ന് പാടി നോക്കാം, അപ്പോൾ അതായിരിക്കും നല്ല. പിന്നെ ചിത്രേച്ചി എനിക്കൊരു സജഷൻ വന്ന് പറഞ്ഞിരുന്നു. അതായത് ചില സമയത്ത് നമ്മൾ പാട്ട് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ ഭയങ്കര ടെക്നിക്കലൊക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടൊക്കെ, അതായത് കറക്റ്റ് ഗ്രിഡിലൊക്കെ വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്കൽ പ്രോസസ്സ് ഉണ്ടാവും ഈ കമ്പോസിങ്ങിൽ ആക്ച്വലി. പക്ഷെ അത് ലൈവായി പാടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പാടാൻ പറ്റണമെന്നില്ല. നമ്മൾ ഈ ഇന്നത്തെ റെക്കോർഡിംഗ് ഒക്കെ ചില സമയത്ത് കട്ട് ചെയ്തിട്ടൊക്കെ റെക്കോർഡ് ചെയ്യും. പക്ഷെ അത് ലൈവായിട്ട് പാടുമ്പോൾ ആ ഒറ്റ സ്ട്രക്ചറിൽ അത് ചിലപ്പോൾ പാടാൻ പറ്റിയെന്ന് വരില്ല, ഒരു ഹോൾ സ്റ്റാൻസ അല്ലെങ്കിൽ ഒരു ഇത്ര ലൈൻ. പക്ഷേ റെക്കോർഡ് ചെയ്യുമ്പോൾ പറ്റും, എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്നതല്ലേ. പക്ഷെ അത് ലൈവായിട്ട് പാടുന്ന സമയത്ത് ചിലപ്പോൾ ആ ഹോൾ സ്റ്റാൻസ നമുക്ക് ബ്രത്തൊന്നും എടുക്കാണ്ട് അങ്ങനെ പാടാൻ പറ്റില്ല. അപ്പോൾ ചിത്രേച്ചി പറഞ്ഞു നമുക്കത് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് ലൈവ് പാടുന്ന സമയത്ത് അങ്ങനെ വൃത്തിക്ക് പാടാൻ പറ്റും. അങ്ങനെ ഒരു സജഷൻ ആക്ച്വലി ചിത്രേച്ചി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാട്ടുണ്ടാക്കുന്ന സമയത്ത് ഇത് ആൾക്കാർക്ക് പാടാൻ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ പാട്ടുണ്ടാക്കുമ്പോൾ അത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പാടാൻ പറ്റണം. ഭയങ്കര ടഫായിട്ടൊരു സാധനം ഉണ്ടാക്കി. അപ്പം ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇനി പാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അത് വളരെ പാടാൻ പറ്റാത്ത ആൾക്കാർക്ക് വെറുതെ ഒന്ന് മൂളാൻ പറ്റില്ല. ഇപ്പം നമുക്ക് പണ്ടത്തെ പാട്ടൊക്കെ കരോക്കേനൊന്ന് വെച്ച് വെറുതെ പാടാമല്ലോ. പാടാൻ അറിയാത്ത ആൾക്കാർക്കും വെറുതെ അതിനൊന്നിച്ച് ഇങ്ങനെ വെറുതെ കരോക്കെ ഇട്ട ലിറിക്കൊക്കെ അറിയാമെങ്കിൽ പാടാൻ പറ്റും. പക്ഷെ ഇന്നത്തെ നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പാട്ടുകൾ എല്ലാ പാട്ടും എന്നല്ല, ചില പാട്ടുകൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതായാലും ചില സമയത്ത് കരോക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. കുറച്ചും കൂടി മെലഡി വൈസ് കുറച്ച് സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ, സിമ്പിൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും പാടാൻ പറ്റുന്ന പോലത്തെ ഒരു പാട്ടായിരിക്കണം എനിക്കിനി ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഭവം എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം ഞാനത് ഭയങ്കര ചിത്രേച്ചി അന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലങ്ങനെ സംഭവിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ കുറേ ആൾക്കാർ പാടുന്നുണ്ട് അഭിലാഷത്തിലെ പാട്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ചില സമയത്ത് ചില നോട്ട്സൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. അത് ചിലപ്പോൾ എല്ലാവർക്കും പാടാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കുറച്ച് സോഫ്റ്റ് ആക്കണം ആ പരിപാടി എന്നുള്ളത് ഒരു സംഭവമുണ്ട്. അതൊന്ന് ചിത്രേച്ചി പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ചിന്തിച്ചു തുടങ്ങി.